ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയുടെ ബർത്ത്ഡേ ദിവസം ഗോപിയെ കാണാനായി പോലീസ് സ്റ്റേഷനിലെത്തിയ നിധി സുധീഷ് തന്നോട് ചെയ്ത ചതി തിരിച്ചറിയുകയാണ്. തന്റെ ആധാർ കാർഡ് സുധീഷിന്റെ ഫോണിലുണ്ടായിരുന്നുവെന്നും ആ ആധാർ കാർഡ് കാണിച്ചാണ് വിവാഹം നടത്തിയതെന്നുള്ള സത്യം നിധി അറിയുന്നു. ഡിവോഴ്സ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഗോപി ഫോണിൽ വിളിച്ച് നിധിയെ ഭീഷണിപ്പെടുത്താൻ കാരണവും സുധീഷ് ആണെന്ന് നിധി അറിയുകയാണ്. എല്ലാ സത്യങ്ങളും അറിഞ്ഞ നിധി വളരെ ദേഷ്യത്തോടുകൂടി കിളിക്കൂട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് സിദ്ധാർത്ഥിനെ കാണുകയും സിദ്ധാർത്ഥിന്റെ ഒപ്പം കാറിൽ കിളിക്കൂട്ടിലേക്ക് പോവുകയുമാണ്. സുധീഷും സുഭാഷും നികേഷും ഹരീഷുമെല്ലാം നിധിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ധൃതിയിലാണ്. അവർ വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് നിധിയെ കാത്തിരിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ ഒപ്പം നിധി കിളിക്കൂട്ടിലേക്ക് വരുമ്പോൾ സുധീഷ് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും സുധീഷ് സന്തോഷം അഭിനയിച്ച് അവരുടെ മുന്നിൽ നിൽക്കുന്നു. നിധി വളരെ ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. തുടർന്ന് നിധി കേക്ക് കട്ടുകയും സിദ്ധാർത്ഥ് കേക്ക് കഴിച്ച് സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് പോവുകയുമാണ്. ശേഷം നീതുവിനെയും കൂട്ടി ഹരീഷ് അവിടേക്ക് വരികയും ചാന്ദിനിയും അവിനാശും കിളിക്കൂട്ടിലേക്ക് വരികയുമാണ്. ചാന്ദിനിയും നീതുവും നിധിക്ക് സമ്മാനം കൊടുക്കുന്നു. അവരുടെ ഒപ്പം സന്തോഷത്തോടുകൂടി സംസാരിക്കുന്ന നിധി ഇടയ്ക്കിടയ്ക്ക് ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. തുടർന്ന് ഹരീഷിനോടും നികേഷിനോടും താൻ ഇന്ന് നിധിയോട് തന്റെ പ്രണയം തുറന്നു പറയുമെന്ന് പറയുകയാണ്. ധൃതി വേണ്ട എന്ന് ഹരീഷ് പറയുമ്പോൾ ഇന്ന് നിധി വലിയ സന്തോഷത്തിലാണ്. ഇതാണ് കറക്റ്റ് ടൈം. രാത്രി 12 മണി മുതൽ സർപ്രൈസിന് മുകളിൽ സർപ്രൈസ് കൊടുക്കുകയാണ് ഞാൻ. ഇങ്ങനെ നല്ല മൂഡിലിരിക്കുമ്പോൾ ഒരു ഡ്രൈവിന് കൂട്ടിക്കൊണ്ടുപോയി പതിയെ എന്റെ പ്രണയം തുറന്നു പറഞ്ഞാൽ ഉറപ്പായിട്ടും ഓക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇതെല്ലാം ആലോചിച്ച് തന്നെ എങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇന്ന് എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ അവളോട് എന്റെ പ്രണയം തുറന്നു പറയും. നിധിക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ ഞാൻ വാങ്ങിക്കൊടുത്ത സാരി ഉടുത്തത്. അവളാണ് എന്റെ ലോകം, എന്റെ എല്ലാം അവളാണെന്ന് ഞാൻ ഇന്ന് തുറന്നു പറയും. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സുധീഷേട്ടാ രാത്രി ഒരുപാടാകുന്നു, ഇങ്ങനെ പോയാൽ ഏട്ടത്തി കിടന്നുറങ്ങാൻ നോക്കും. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അത് ശരിയാ, ഇപ്പൊ തന്നെ ഞാൻ നിധിയും കൂട്ടി ഒരു ഡ്രൈവിന് പോകാം. ഈ സമയം അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, സുധീഷ് എന്നെ ഒന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുമോ? ഇത് കേട്ട് സന്തോഷത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷും ഹരീഷും നികേഷും. പോകാൻ നിധി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷിനൊപ്പം പുറത്തു പോകുന്നോണ്ട് പ്രശ്നമില്ലല്ലോ? അപ്പൊ സുധീഷ് പറയണം, ഒരു പ്രശ്നമില്ല, നമുക്ക് പോകാം, ഞാൻ എന്റെ ഫോൺ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ നിധി അകത്തേക്ക് പോവുകയാണ്. സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു, എടാ കണ്ടില്ലേ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ അവളും എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എടാ കീ താന്ന് പറഞ്ഞ ഹരീഷിന്റെ കയ്യിൽ നിന്നും ബൈക്കിന്റെ കീ വാങ്ങുകയാണ് സുധീഷ്. നിധി അവിടേക്ക് വരുമ്പോൾ സുധീഷ് പറയണ പോകാം. സുധീഷ് നിധിക്കായി വാങ്ങിച്ചു കൊടുത്ത സ്കൂട്ടർ കാണിച്ചുകൊണ്ട് നിധി പറയുന്നു, ഈ വണ്ടി എടുത്തോണ്ട് പോകാം. സുധീഷ് ചോദിക്കുന്നു, ആ വണ്ടിയോ? അതിനെന്താ, പോകാം, ഞാൻ പോയി വണ്ടിയുടെ കീ എടുത്തോണ്ട് വരാം. തുടർന്ന് കീയുമായി എവിടേക്ക് വന്ന സുധീഷ് പറയുന്നു, പോകാം നിധി, ഞാൻ ഓടിക്കാം. അപ്പൊ നിധി പറയണം, വേണ്ട ഞാൻ ഓടിക്കാം. വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു, നിധി തന്നെ ഓടിച്ചു. അങ്ങനെ സുധീഷ് നിധിയുടെ സ്കൂട്ടറിന്റെ പിന്നിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ഹരീഷും നികേഷും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. യാത്രയുടെ ഇടയിൽ സുധീഷ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുവെങ്കിലും നിധിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നിധി ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ്. വണ്ടി ആടുന്നുണ്ടെന്നും നിധി നന്നായി അല്ല സ്കൂട്ടർ ഓടിക്കുന്നതെന്നും പിന്നാലെ വരുന്ന വണ്ടിയൊന്നും ശ്രദ്ധിക്കാതെ നിധി ധൈര്യമായിട്ട് മുന്നോട്ട് ഓടിച്ചോടാനും ഒക്കെ സുധീഷ് പറയുകയാണ്. തുടർന്ന് അവർ ബീച്ചിലേക്ക് വരികയാണ്. കടലിലേക്ക് നോക്കി നിൽക്കുന്ന നിധി ഓർക്കുകയാണ്, ഗോപി തന്നോട് പറഞ്ഞത് സുധീഷാണ് ആധാർ കാർഡ് കൊടുത്തതെന്നും ആ ആധാർ കാർഡ് വെച്ചാണ് നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതെന്നും ഒക്കെ പറഞ്ഞത്. സുധീഷ് നിധിയോട് പ്രണയം തുറന്നു പറയാനായി തുടങ്ങുമ്പോൾ പെട്ടെന്ന് സുധീഷിന് തോന്നുകയാണ് അവിടെ തന്റെ മനസാക്ഷി വന്ന് സുധീഷ് എന്ന് വിളിക്കുന്നതായി. എന്താന്ന് ചോദിച്ച് സുധീഷ് തിരിഞ്ഞു നിൽക്കുമ്പോൾ മനസാക്ഷി ചോദിക്കുന്നു, എന്താ നീ നിന്റെ പ്രണയം പറയാൻ പോവുകയാണോ? അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അവള് തന്നെ വന്ന് പറയട്ടെന്നായിരുന്നല്ലോ, അതുവരെ നീ വെയിറ്റ് ചെയ്യാനല്ലേ തീരുമാനിച്ചത്, ഇപ്പൊ പ്രണയം തുറന്നു പറയാൻ വന്നിരിക്കുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരുന്നാൽ എന്നും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. ഇപ്പൊ തന്നെ ഒരുത്തൻ ഡ്രോപ്പ് ചെയ്യാനും പിക്കപ്പ് ചെയ്യാനും ഒക്കെ റെഡി ആയിട്ടിരിക്കുക. ഇനി ഞാൻ വെയിറ്റ് ചെയ്താൽ അവനത് സൗകര്യമാകും. ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന അവൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? കാണാൻ നല്ലതാ, എന്തിന്, അവളുടെ ബോസാണ്, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, നല്ല പഠിത്തമുള്ള ആളാ. ഇതെല്ലാം കണ്ട് നിധി ഇംപ്രസ് ആയാലോ? ഞാൻ താമസിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ആപത്താ. ആ സിദ്ധാർത്ഥ് ഞങ്ങളുടെ ഇടയിലേക്ക് വരും. അതുകൊണ്ട് പ്രണയം തുറന്നു പറയുന്നതാ നല്ലത്. ആദ്യം എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയും, അതിനുശേഷം അവളെ എന്താ പറയുന്നത് നോക്കട്ടെ. അപ്പൊ മനസാക്ഷി പറയുന്നു, ഇപ്പൊ നിധിയുടെ ബോസ് കാരണമല്ലേ നീ പ്രണയം പറയാൻ പോകുന്നത്, അത് ശരിയായ തീരുമാനമാണോ? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്ത് വലിയ തീരുമാനങ്ങൾ, ഇത് ശരിയായ തീരുമാനം തന്നെയാ. എനിക്ക് എന്റെ പ്രണയം തുറന്നു പറയണം. ഞാൻ ഇങ്ങനെ പറയാതെ ഇരുന്നാൽ ഒരുത്തനിടയിൽ കയറും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഇന്ന് നിധിയുടെ ബർത്ത്ഡേയാ. രാത്രി 12 മണി മുതൽ ഞാൻ നിധിക്ക് സർപ്രൈസിന് മുകളിൽ സർപ്രൈസ് കൊടുത്തതാ. നിധി നല്ല സന്തോഷത്തിലാ. ഇന്ന് ഞാൻ എന്റെ പ്രണയം തുറന്നു പറഞ്ഞാൽ അവൾ ഉറപ്പായും ഓക്കെ പറയും. അങ്ങനെ സുധീഷ് നിധിയെ നോക്കുമ്പോൾ മനസാക്ഷി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് സന്തോഷത്തോടു കൂടി നിധിയുടെ അരികിലേക്ക് ചെന്ന്, നിധി ഹാപ്പി ബർത്ത്ഡേ, ഐ ലവ് യു എന്ന് പറഞ്ഞ് ഒരു ബൊക്ക നീട്ടുകയാണ്. നിധി വിശ്വസിക്കാനാകാതെ സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ആ ബൊക്കയിലേക്ക് നോക്കുകയാണ്. അപ്പൊ സുധീഷ് പറയുന്നു, എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടം, നമുക്ക് നടന്ന കല്യാണം സത്യമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഐ ലവ് യു നിധി. അങ്ങനെ സുധീഷ് മുട്ടിലിരുന്ന് ആ ബൊക്ക നിധിയുടെ നേരെ നീട്ടുകയാണ്. നിധി വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി ആ ബൊക്ക വാങ്ങുമ്പോൾ സുധീഷും വളരെ സന്തോഷത്തോടു കൂടി നിധിയെ തന്നെ നോക്കി പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഇത് സുധീഷ് കണ്ട
സ്വപ്നമാണ്. സുധീഷ് മനസ്സിൽ പറയുകയാണ്, സ്വപ്നത്തില് ബൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്റെ കയ്യിൽ ബൊക്കയില്ലല്ലോ, സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ സുധീഷ് നിധിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് പറയുന്നു, നിധി, എനിക്ക് നിധിയോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് സുധീഷിനോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടിയാ ഞാൻ സുധീഷിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. സന്തോഷത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, നിധി തന്നെ എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്നാ തോന്നുന്നത്. അത് പറയാൻ വേണ്ടിയാണോ എന്നെ തനിച്ച് കൂട്ടിക്കൊണ്ട് വന്നത്? സുധീഷ്, നിധി നിനക്ക് വലിയൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രണയം ആദ്യം ആര് തുറന്നു പറഞ്ഞാൽ എന്താ? അപ്പൊ നിധി പറയുകയാണ്, സുധീഷിന് എന്താ പറയാനുള്ളത്? ആദ്യം സുധീഷ് അത് പറ. അപ്പൊ സുധീഷ് പറയുന്നു, അതല്ല നിധി, നിധി ആദ്യം പറഞ്ഞാൽ മതി. അപ്പൊ നിധി പറയണ, അത് സാരമില്ല, സുധീഷ് പറ. അപ്പൊ സുധീഷ് പറയണ, നിധി, ലേഡീസ് ഫസ്റ്റ്, ആദ്യം നിധി തന്നെ പറയാം. അപ്പൊ നിധി പറയുന്നു, ഇല്ല, ഞാൻ രണ്ടാമത് പറഞ്ഞോളാം, സുധീഷ് ആദ്യം പറ. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, പറയട്ടെ. പറയുന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയണ, ഞാൻ പറയേ. അപ്പൊ നിധി പറയുന്നു, പറയും സുധീഷ്. ടെൻഷനോടുകൂടി സുധീഷ് പറയുന്നു, അതെന്താന്ന് വെച്ചാ എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമാ. നിധി ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നു, എന്താ ഒരു റിയാക്ഷനും ഇല്ലല്ലോ, പറയട്ടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, പറയൂ. അപ്പൊ സുധീഷ് പറയണ, നിധിയെ ഞാൻ ആദ്യമായി കണ്ടത് തിരുവനന്തപുരത്ത് വെച്ചാ. നിധിക്ക് ഓർമ്മയുണ്ടോന്ന് പോലും എനിക്കറിയില്ല. നിധി വന്ന കാറും ഞാൻ ഓടിച്ചോണ്ട് വന്ന കാറും തമ്മിൽ ഇടിക്കാൻ തുടങ്ങി. അപ്പൊ പോലും നിധി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. എനിക്ക് വേണ്ടി നിധി സംസാരിച്ചു. അപ്പോഴേ എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മള് വീണ്ടും കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ വിധി നമ്മളെ വീണ്ടും കണ്ടുമുട്ടിച്ചു. നിധിക്ക് ഫിക്സ് ചെയ്തിരുന്ന കല്യാണം വേണ്ടാന്ന് വെച്ച് അവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചു. നിധിയെ ഞാൻ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോ പോലും നിധിയെ കല്യാണം കഴിക്കണമെന്നുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നു എനിക്ക്. എന്താ നമ്മുടെ സാഹചര്യം നമ്മുടെ രണ്ടുപേരുടെയും കല്യാണത്തിൽ എത്തിച്ചു. അതിനുശേഷം നിധി എന്റെ വീട്ടിലേക്ക് വന്നു. നിധി എന്റെ വീട്ടിൽ താമസിച്ച ഓരോ ദിവസവും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. വീട്ടിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്ത എനിക്ക് നിധിയെ വീട്ടിൽ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരണമെന്ന് തോന്നി തുടങ്ങി. നിധി എന്റെ കുടുംബത്തിലുള്ളവരോട് പെരുമാറുന്ന രീതി, അവരെല്ലാവരും നിധിയെ ഇഷ്ടപ്പെടുന്നത്, അവർ നിധിയോട് പെരുമാറുന്നത്, അതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിധിയെ അവിടെ കാണുന്നത് തന്നെ എന്റെ വലിയ സന്തോഷമാണ്. ഇങ്ങനെ ഒരു ബന്ധം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി. നിധി ഡിവോഴ്സ് ചോദിച്ചപ്പോൾ ഞാൻ വല്ലാതെ വിഷമിച്ചു. ഡിവോഴ്സിന് കാരണമായിട്ട് നിധി ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് നടന്ന ഈ കല്യാണം ഇല്ലാതായാൽ സുധീഷിനൊരു ജീവിതം ഉണ്ടാകും, അപ്പോഴേ സുധീഷ് സന്തോഷമായിട്ടിരിക്കുന്നൊക്കെ. എന്നാൽ അത് അങ്ങനെയല്ല നിധി. എന്റെ സന്തോഷം നിധിയുടെ കൂടെ ജീവിക്കുന്നതില്ല. നിധി എന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതാണ് എന്റെ സന്തോഷം. നിധിയെ വിട്ട് പിരിഞ്ഞ് ജീവിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എന്റെ മനസ്സില് നിധിയെ ഡിവോഴ്സ് ചെയ്യണമെന്നില്ല. നിധി പതിയെ എന്നെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിച്ച ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. പലപ്പോഴും ഞാൻ എന്റെ മനസ്സിലുള്ളത് നിധിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. നിധി അത് മനസ്സിലാക്കിയിട്ടില്ല. നിധി എന്റെ വീട്ടിലേക്ക് വന്നത് മുതൽ ഒരു സ്വപ്നം പോലെയാണ് എന്റെ ജീവിതം. ആ വീട്ടിൽ താമസിക്കുന്ന എനിക്കൊക്കെ കല്യാണം നടക്കുമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എല്ലാവരും അസൂയപ്പെടുന്നത് പോലെ ഒരു ഭാര്യയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ നിധി നമ്മുടെ കല്യാണത്തിന് ഫേക്ക് മാരേജ് ആണ്, നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നും. അങ്ങനെയൊന്നും അല്ല, ഞാനിത് ശരിക്കുള്ള കല്യാണമായിട്ടാണ് കാണുന്നത്. ഞാൻ നിധിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പൊ തന്നെ തുറന്നു പറയണമെന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷെ നിധി എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ഭയം എന്റെ ഉള്ളിലുണ്ട്. അതാ ഒന്നും തുറന്നു പറയാതിരുന്നത്. ഇപ്പൊ ആ ഭയം ഇല്ലെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആ ഭയമുണ്ട്. ഉള്ള നിറയെ ഭയമാണ്. പക്ഷെ ഇപ്പോഴെങ്കിലും എന്റെ ഉള്ളിലുള്ളത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റാകുമെന്ന് എനിക്ക് തോന്നി. എന്റെ മനസ്സിലുള്ളത് ഞാൻ നിധിയോട് തുറന്നു പറഞ്ഞാൽ മതിയെന്ന് തോന്നി. ഈ പ്രണയം ഒറ്റയ്ക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് നിധി. എനിക്ക് പറ്റുന്നില്ല. ഇന്ന് എന്ത് സംഭവിച്ചാലും നിധിയോട് എന്റെ പ്രണയം തുറന്നു പറയുമെന്നുള്ള തീരുമാനത്തിലാ ഞാനിപ്പം നിധിയുടെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ ജീവിതം മുഴുവൻ ശാപം പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. നിധി വന്നതിന് ശേഷമാണ് എനിക്ക് ഏതോ വരം കിട്ടിയതുപോലെ ജീവിതത്തിൽ സന്തോഷിക്കാൻ തുടങ്ങിയത്. ഞാൻ നിധി കാരണമാണ് ഞാൻ എന്റെ വീട്ടിലുള്ളവരെ പോലും സ്നേഹിക്കാൻ തുടങ്ങിയത്. നിധി വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് അതൊരു കുടുംബമായി മാറിയത്. ഓരോ ദിവസവും നിധി എന്റെ വീടിനെ ഒരു വീടാക്കി മാറ്റുമ്പോൾ എനിക്ക് നിധിയോട് ബഹുമാനവും സ്നേഹവും പ്രണയവും ഒക്കെ കൂടിക്കൂടി വരികയായിരുന്നു. നിധിയെ വിട്ട് പിരിയാൻ പാടില്ലെന്ന് തോന്നി. നിധിയെ ഹോസ്റ്റലിലേക്ക് പോയപ്പോഴൊക്കെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. നിധി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അപ്പോഴാ മനസ്സിലായത്. നിധിയെ എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. പ്ലീസ്, നമുക്ക് ഈ ഡിവോഴ്സ് ഒന്നും വേണ്ട. പ്ലീസ് നിധി, വേണ്ട. ഞാൻ നിധിയുടെ ഒപ്പം ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ മനസ്സ് മുഴുവൻ നിധിയാണ്. നിധി മാത്രമേ ഉള്ളൂ. ഞാൻ നിധിയെ സിൻസിയർ ആയിട്ട് പ്രണയിക്കുന്നുണ്ട്. ഇത് മാത്രമാണ് എന്റെ മനസ്സിലുള്ളത്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടും വിഷമത്തോടും കൂടി നിൽക്കുകയാണ് നിധി. സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഒന്നും പറയാത്തത്? അപ്പൊ നിധി ചോദിക്കുകയാണ്, സംസാരിച്ചു തീർന്നോ? അപ്പൊ സുധീഷ് പറയണ, സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതെല്ലാം നിധി കേട്ടില്ലേ? കേട്ടുവെന്ന് നിധി മൂളുമ്പോൾ സുധീഷ് പറയണ, അപ്പൊ എന്തെങ്കിലും മറുപടി പറയണ്ടേ? ഇങ്ങനെ മിണ്ടാൻ നിന്നാൽ എന്താ മനസ്സിലാവുക? നിധി ചോദിക്കുന്നു, സുധീഷ് എന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ സുധീഷ് പറയണ, അതേ നിധി, നിധിയെ കണ്ട നാൾ മുതൽ എനിക്ക് നിധിയോട് പ്രണയമായിരുന്നു. വിധി നമ്മളെ ഒന്നിപ്പിച്ചു. അപ്പൊ എന്റെ പ്രണയം സ്ട്രോങ് ആയി. അന്നു മുതൽ ഇന്ന് വരെ എനിക്ക് നിധിയോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. നിധിക്കും എന്നെ ഇഷ്ടമാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിധി? ദേഷ്യത്തോടുകൂടി നിധി ചോദിക്കുന്നു, ഞാൻ പറഞ്ഞായിരുന്നോ സുധീഷിനെ എനിക്ക് ഇഷ്ടമാണെന്ന്? ഇത് കേട്ട് സുധീഷ് ഞെട്ടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണം പറ. മനസ്സിലായില്ല എന്നാ സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുധീഷിനെ എനിക്കും ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? അതിന് ഒരു കാരണം പറ. എനിക്ക് നിങ്ങളെ എങ്ങനെ ഇഷ്ടപ്പെടും? അപ്പൊ സുധീഷ് പറയുകയാണ്,
എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക, നിധി കല്യാണം മുടക്കണമെന്ന് ആഗ്രഹിച്ചു. തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനല്ലേ നിധിയെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നിധി ആഗ്രഹിച്ചതുപോലെ കല്യാണം മുടങ്ങി. ഇപ്പം നിധിയുടെ സ്വപ്നം പോലെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു. ഇതിനെല്ലാത്തിനും ഞാനല്ലേ നിധിയെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ നിധി പറയണ കറക്റ്റാ. ഇതെല്ലാം നടക്കാൻ സുധീഷ് തന്നെ എന്നെ സഹായിച്ചത്. ഞാൻ ഇല്ലാന്ന് പറയില്ല. സുധീഷ് എനിക്ക് ചെയ്തു തന്ന സഹായത്തിനെല്ലാം ഞാൻ താങ്ക്സ് ആണ് പറയേണ്ടത്. എന്തിനു പ്രണയിക്കണം? നിങ്ങളെ പോലെ ഒരു ഫ്രോഡിനെ ഞാൻ എന്തിനു പ്രണയിക്കണം? സുധീഷ് ചോദിക്കുന്നു, ഫ്രോഡോ? എന്താ നിധി പറയുന്നത്? അപ്പൊ നിധി ചോദിക്കണ, ഇന്ന് ഞാൻ എവിടെ പോയിട്ട് വന്നതാണെന്ന് അറിയോ? അപ്പൊ സുധീഷ് ചോദിക്കണ, എവിടെ പോയി? ഓഫീസിലല്ലേ പോയിട്ട് വന്നത്. അപ്പൊ നിധി പറയണ, നമ്മുടെ കല്യാണം നടത്തി തന്ന കോൺസ്റ്റബിൾ ഗോപിയെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഇത് കേട്ട് ഞെട്ടി ഭയത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു, നമ്മൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത ഉടനെ ഗോപി സാർ എന്നെ ഫോൺ ചെയ്ത് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിനാണ്? എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നി. അതാ ഞാൻ ഗോപി സാറിനെ നേരിൽ ചെന്ന് കണ്ടത്. സുധീഷിന്റെ നാടകമല്ല എനിക്ക് മനസ്സിലായി. ഗോപി സാർ എല്ലാം എന്നോട് പറഞ്ഞു. നിങ്ങൾ ചെയ്ത എല്ലാ ചതിയും ഞാൻ മനസ്സിലാക്കി. എങ്ങനെ? ഗോപി സാറിനോട് വക്കീല് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ കോർട്ടിൽ നിന്നും ഇൻഫോം ചെയ്തതായിരിക്കും. എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഇങ്ങനെ നുണ പറയാൻ? നിങ്ങളാ ഗോപി സാറിനെ പോയി കണ്ടത്. ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം സുധീഷ് തന്നെയാ ഗോപി സാറിനോട് പറഞ്ഞത്. എന്നെ ഫോൺ ചെയ്ത് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയണമെന്ന് പറഞ്ഞ് സുധീഷ് ഗോപി സാറിനോട് റിക്വസ്റ്റ് ചെയ്തു. ഇന്നലെ മാത്രമല്ല, സുധീഷിന് വേണ്ടി ഗോപി സാർ എന്നോട് സംസാരിച്ചത് ആദ്യത്തെ തവണയല്ല, 2ാം തവണയാ. നിങ്ങളുടെ നിർബന്ധം കാരണമാണ് ഗോപി സാർ എന്നെ വിളിച്ച് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതല്ല നിധിന്ന് സുധീഷ് ടെൻഷനോട് കൂടി പറയുമ്പോൾ നിധി പറയണ, പറഞ്ഞു നിൽക്കാൻ എപ്പോഴും പോക്കറ്റിൽ ഒരു നുണ കാണുമല്ലോ. അപ്പൊ സുധീഷ് പറയണ, നിധി നുണയൊന്നുമല്ല. എനിക്ക് ശരിക്കും നിധിയെ ഇഷ്ടമായിരുന്നു. എനിക്ക് നിധിയെ ഡിവോഴ്സ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. അതെങ്ങനെ തടയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞാൽ നിധി ഡിവോഴ്സ് വേണ്ടെന്ന് പറയുമെന്ന് തോന്നി. ഇത് കേട്ട് നിധി പറയണ, അതെ ഞാൻ പൊട്ടിയാണല്ലോ. ഡിവോഴ്സിന് അപ്ലൈ ചെയ്താൽ വക്കീല് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യും. അതുകൊണ്ട് ഗോപി സാർ ഫോൺ ചെയ്ത് എന്നെ വിരട്ടുന്നതെന്ന് പറഞ്ഞില്ലേ? ആ നുണ ഞാൻ വിശ്വസിച്ചില്ലേ? ഞാൻ പൊട്ടി തന്നെയാ. അയ്യോ അങ്ങനെയല്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, പ്ലീസ് നിങ്ങളുടെ സംസാരം തന്നെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുക. ആധാർ കാർഡ് ഇല്ലാതെ നമ്മുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് ചോദിച്ചില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? എനിക്കറിയില്ല. ഒരുപക്ഷെ നിധിയുടെ അച്ഛൻ കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ ചേട്ടൻ കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ അവര് പോലീസല്ലേ, അവര് കണ്ടുപിടിച്ചതായിരിക്കും. ഇങ്ങനെയല്ലേ പറഞ്ഞത്? മനസാക്ഷി തൊട്ട് പറ, ശരിക്കും ഇതാണോ നടന്നത്? ഇത് കേട്ട് സുധീഷ് ടെൻഷനോട് നിൽക്കുമ്പോൾ നിധി പറയുന്നു, പറയൂ സുധീഷേ. അപ്പൊ സുധീഷ് പറയണ, അതെ നിധി. അപ്പൊ നിധി പറയണ, നിങ്ങൾ പറയുന്നത് നുണയാണ്. നുണയുടെ മുകളിൽ നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എന്റെ ആധാർ കാർഡ് നിങ്ങൾ തന്നെയാ കൊടുത്തത്. പക്ഷെ പ്രൂഫ് കൊടുക്കാതെയാണ് കല്യാണം നടന്നതെന്ന് എന്നോട് പറഞ്ഞ് എന്നെ ചതിച്ച് നിങ്ങൾ. ഇപ്പൊ എനിക്ക് തോന്നുക എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് സുധീഷ് എന്നെ ചതിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്ന്. അങ്ങനെയല്ലേ? അവിടെ വെച്ച് നിങ്ങൾക്ക് അനുകൂലമായി ഒരു ഡ്രാമ സെറ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കിട്ടി. നിങ്ങൾ തക്കലയിലേക്ക് വന്ന നാൾ മുതൽ എന്നെ കല്യാണം കഴിക്കുന്ന ദിവസം വരെ നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്നെ ചതിക്കുകയായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയൊന്നും അല്ല നിധി, ഞാൻ അങ്ങനെ ഒരു പ്ലാനും ചെയ്തിട്ടില്ല. നിധി ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എപ്പോഴെങ്കിലും നിധിയോട് പറഞ്ഞോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന്? ഞാൻ തക്കലയിലേക്ക് വരുന്ന കാര്യം എനിക്ക് പോലും അറിയില്ലായിരുന്നു. നിധിയുടെ കല്യാണം ഫിക്സ് ആയ കാര്യം ഞാൻ എങ്ങനെ അറിയുക? നിധിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഇതെല്ലാം യാദർച്ഛികമായി നടന്നതാണ്. ആ കല്യാണം നിധിക്ക് ഇഷ്ടമല്ല, അതിൽ നിന്നും രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചു. അതിനുള്ള ഐഡിയ മാത്രമല്ല ഞാൻ തന്നത്. ഞാൻ നിധിയെ ഒരു ദിവസം പോലും നിർബന്ധിച്ചിട്ടില്ല. നിധി ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിധിക്ക് തരണമെന്ന് കരുതിയ ഞാൻ റിസ്ക് എടുത്ത് നിധിയെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോഴും എനിക്ക് നിധിയെ ഇഷ്ടമായിരുന്നു. പക്ഷെ നിധിയെ കല്യാണം കഴിക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. നിധിയെ സൂര്യ വിളിച്ചപ്പോൾ വീട്ടിൽ നിന്നും പോവാണെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു. അപ്പൊ പോലും ഞാൻ പറയരുതെന്നല്ലേ പറഞ്ഞത്? നിധി തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. നിധി അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചത് കൊണ്ടാണ് നിധിയുടെ അച്ഛൻ ഗുണ്ടകളെയും കൂട്ടി നമ്മളെ അന്വേഷിച്ചിറങ്ങിയത്. വേറെ വഴിയില്ലാതെയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോയത്. ഇതെല്ലാം എങ്ങനെ ഒരാൾ പ്ലാൻ ചെയ്യും? എനിക്ക് അതുമായി ഒരു ബന്ധമില്ല. നിധി ചോദിക്കുന്നു, സുധീഷെ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ഒരു നല്ലവനെ പോലെ ഇങ്ങനെ കഥയുണ്ടാക്കി പറയാൻ? ശരി, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് വരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ ഈ കല്യാണം നടന്നത്? ഇത് കേട്ട് സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, മറുപടി ഇല്ലല്ലോ. പറയാ, എങ്ങനെ ഒരാൾക്ക് ഇത്രയും കള്ളം പറയാൻ കഴിയുന്നു? ഇതൊരു പെണ്ണിന്റെ ജീവിതത്തിന്റെ കാര്യമല്ലേ? എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വാർത്ഥനാകാൻ കഴിഞ്ഞു? ഇതുവരെ നിങ്ങൾ എന്നോട് പറഞ്ഞ കള്ളമെല്ലാം ഞാൻ ക്ഷമിച്ചു. എന്തുകൊണ്ടാ ക്ഷമിച്ചെന്നറിയോ? നിങ്ങൾ പറഞ്ഞ ഒരു കള്ളവും എന്റെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. എന്റെ ആധാർ കാർഡ് നിങ്ങളുടെ ഫോണിലുണ്ടായിട്ട് ഞാൻ എവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞു നടന്നു. എത്ര ഹോസ്റ്റലുകൾ കയറി ഇറങ്ങി. അവിടെ എല്ലാം ആധാർ കാർഡ് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞ എന്നെ ചതിച്ചു. ടെൻഷനോട് കൂടി സുധീഷ് പറയുന്നു, നിധി അങ്ങനെയല്ല, എനിക്ക് ഓർമ്മയില്ലായിരുന്നു, ഞാൻ എങ്ങനെയോ മറന്നുപോയി. ഇത് കേട്ട നിധി ചോദിക്കുന്നു, അതെങ്ങനെ മറക്കും? പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിക്കുമ്പോൾ ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ മറന്നില്ലല്ലോ. അപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞ് ആധാർ കാർഡ് പോലീസുകാർക്ക് കൊടുത്തത്. തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ സുധീഷ് എന്നെ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു. റിസപ്ഷൻ നടത്തി ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു. ഞാൻ ഹോസ്റ്റലിൽ താമസിക്കാൻ പോകുമെന്ന് ഭയന്ന് നിങ്ങളുടെ പോക്കറ്റിൽ ആധാർ കാർഡ് വെച്ച് എന്നോട് നിങ്ങൾ കൊടും ചതിയാ ചെയ്തത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നും പോകുമെന്നുള്ള ഭയമായിരുന്നു. ഞാൻ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ വേണ്ടിയാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ സുധീഷ് പറയുക,
പറയണ നിധി എന്റെ വീട്ടിൽ താമസിച്ചതുകൊണ്ട് നിധിക്കൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അപ്പൊ നിധി ചോദിക്കണ ഞാൻ എന്തിനാ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്? ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാനാണോ തിരുവനന്തപുരത്തേക്ക് വന്നത്? ഞാൻ പഠിച്ച പഠിത്തത്തിനൊത്ത് ഒരു ജോലി തേടി ഞാൻ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടിയാ. അതിനൊന്നിനും സമ്മതിക്കാഞ്ഞത് നിങ്ങളാ. നിങ്ങളുടെ ഭാര്യ എന്ന പേരില് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഞാൻ താമസിക്കണമെന്ന് കരുതി പ്ലാൻ ചെയ്ത് ഈ ചതി എന്നോട് ചെയ്തു. എത്ര തവണ ഞാൻ ചോദിച്ചു, പ്രൂഫ്സ് ഇല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എങ്ങനെ നമ്മുടെ കല്യാണം നടന്നു എന്ന് ഞാൻ എത്ര തവണ ചോദിച്ചു. അപ്പോഴെല്ലാം ഒന്നും അറിയാത്തതുപോലെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുമായിരുന്നു. അപ്പൊ പോലും നിങ്ങൾ പറഞ്ഞ എല്ലാ നുണയും ഒരു പൊട്ടിയെ പോലെ ഞാൻ വിശ്വസിച്ചില്ലേ? ആലോചിച്ചാ ഞാൻ ഇതെല്ലാം മനസ്സിലാക്കിയെടുത്തത്. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഞാൻ എത്ര സ്ഥലത്ത് ആധാർ കാർഡ് ഇല്ലാതെ വിഷമിച്ചു നിന്നു. ഒരു അടയാളം പോലും ഇല്ലാത്ത ആളായി എത്ര സ്ഥലത്ത് ഞാൻ അപമാനിതയായി. എങ്ങനെ തോന്നി നിങ്ങൾക്ക് എന്റെ അടുത്ത് നിന്ന് ഇതെല്ലാം കാണാൻ? നിങ്ങൾക്ക് ഒരു കുറ്റബോധം തോന്നിയില്ലേ? ഒരു പെണ്ണിനെ ഞാൻ ചതിക്കുകയാണ്, അവളിങ്ങനെ നാണം കെട്ടി നിൽക്കുകയല്ലേ, അതിന് കാരണക്കാരൻ ഞാനാണല്ലോ എന്നുള്ള ഒരു കുറ്റബോധം തോന്നിയില്ലേ നിങ്ങൾക്ക്? വിഷമിക്കേണ്ട, നമുക്ക് ആധാർ കാർഡ് എടുക്കാം, പുതിയ ആധാർ കാർഡിന് അപ്ലൈ ചെയ്യാം. എനിക്ക് വേണ്ടി ചിന്തിക്കുന്നത് പോലെ എന്തൊരു അഭിനയമാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. അപ്പൊ സുധീഷ് പറയുന്നു, നിധി സത്യമായിട്ടും ഞാൻ അഭിനയിച്ചതല്ല, ഞാൻ നിധിയെ സഹായിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ നിധി പറയുകയാണ്, സഹായിക്കണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നെങ്കിൽ പോക്കറ്റിൽ ആധാർ കാർഡ് വെച്ച് എന്നെ ഇങ്ങനെ ചതിക്കില്ലായിരുന്നു. ആധാർ കാർഡ് ഇല്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നതെല്ലാം നിങ്ങൾ കണ്ടോണ്ട് നിന്നില്ലേ? അതായിരുന്നോ നിങ്ങളുടെ സഹായം? ഇത് ചതിയാ, കൊടും ചതിയാ. ഞാൻ എന്ത് കരഞ്ഞു? ഒരു അടയാളം ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഒരുപാട് വിഷമിച്ചിട്ടില്ലേ? എങ്ങനെ തോന്നി നിങ്ങൾക്ക് അതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കാൻ? അപ്പൊ സുധീഷ് പറയുകട, നിധി ഞാൻ പറയുന്നത് വിരൽ ചൂണ്ടി നിധി പറയുകട, മിണ്ടരുത്. എന്നെ മാത്രമല്ല പോലീസ് സ്റ്റേഷനിലുള്ളവരെയും നിങ്ങൾ ചതിക്കുകയല്ലായിരുന്നു. നിങ്ങളൊരു നല്ലവനാണെന്ന് ഗോപി സാറിനെ വിശ്വസിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഗോപി സാർ എന്നെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് നിങ്ങള് ഗോപി സാറിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. നീ ഒരു ക്രിമിനലാ, പക്ക ക്രിമിനൽ. നിന്നെ പോലെ ഒരു ക്രിമിനലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ സുധീഷിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് നിധി ചോദിക്കുന്നു, ഇത്രയ്ക്ക് മോശപ്പെട്ടവനായിരുന്നോ നീ? എനിക്കിപ്പോ തോന്നുവാ പോലീസ് സ്റ്റേഷനില് കല്യാണം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ തന്നെ ആയിരിക്കും കൊടുത്തതെന്ന്. അപ്പൊ സുധീഷ് പറയുന്നു, സത്യമായിട്ടും അല്ല നിധി, അന്ന് പോലീസ് സ്റ്റേഷനിൽ അവര് നമ്മൾ ലവേഴ്സ് ആണെന്നാ വിചാരിച്ചത്. അവരങ്ങനെ വിചാരിച്ചില്ലായിരുന്നെങ്കിൽ നിധിയുടെ അച്ഛൻ ഉറപ്പായും നിധിയെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അത് നടക്കാതിരിക്കാൻ വേണ്ടിയാ അവര് നമ്മള് ലവേഴ്സ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത്. അവരെന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാനും ഞെട്ടി. പക്ഷെ അവിടെ നിന്ന് നിധിയെ രക്ഷിക്കാൻ എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ലായിരുന്നു. നിധിയെ അന്നും എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിധിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് നിധിയുടെ ആധാർ കാർഡ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാര്യം അറിയില്ലായിരുന്നു. അന്നത്തെ ധൃതിയിൽ എപ്പോഴും ഞാൻ എടുത്തു കൊടുത്തതായിരിക്കും. കൊടുത്തതുപോലും എനിക്ക് ഓർമ്മയില്ല. ദേഷ്യത്തോടുകൂടി നിധി സുധീഷിനെ തള്ളി മാറ്റുമ്പോൾ സുധീഷ് പറയുന്നു, നിധി ഇതാണ് സത്യം. നിധി ഒന്ന് ആലോചിച്ചു നോക്ക്. അന്ന് നമ്മുടെ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ നിധിക്ക് തിരുവനന്തപുരത്തേക്ക് വരാൻ പറ്റില്ലായിരുന്നു. നിധി ആഗ്രഹിച്ചതുപോലെ ജോലിക്കും പോകാൻ പറ്റില്ലായിരുന്നു. നിധിയുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ടാണ് നിധിയുടെ വീട്ടിലുള്ളവർ ശല്യപ്പെടുത്താതെ പോയത്. ഒരുപക്ഷെ നിധി കല്യാണം കഴിക്കാതെ തിരുവനന്തപുരത്തേക്ക് വന്നിരുന്നെങ്കിൽ അവർ ഉറപ്പായും നിധിയെ തേടി തിരുവനന്തപുരത്തേക്ക് വരുമായിരുന്നു. തിരിച്ച് തക്കലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക് നിധി, എന്നെ കുറ്റവാളിയാക്കാതെ. ദേഷ്യത്തോടുകൂടി നിധി പറയുന്നു, എടാ നീ കുറ്റവാളി തന്നെയാ. ഇത് കേട്ട് സുധീഷ് കണ്ണു തിറങ്ങി നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, നിങ്ങൾ എന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും നുണയായിരുന്നു. നിന്റെ വീടിനെ പറ്റി പറഞ്ഞത് നുണയായിരുന്നു. നിന്നെ പറ്റി നീ പറഞ്ഞത് നുണയായിരുന്നു. നിന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞത് നുണ. ആധാർ കാർഡ് കയ്യിലുണ്ടായിട്ട് ഇല്ലാന്ന് പറഞ്ഞില്ലേ, അതാണ് ഏറ്റവും വലിയ നുണ. ഇങ്ങനെ വാ തുറന്നാൽ കള്ളം പറഞ്ഞ് എന്നെ ചതിച്ചു. ഇതെല്ലാം എനിക്ക് അറിയാവുന്ന നുണകൾ. ഇനി എന്തൊക്കെ നുണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ? നിന്റെ അടുത്ത് നിൽക്കുന്നത് തന്നെ എനിക്ക് നാണക്കേടാ. അപ്പൊ നീ എന്നെ പ്രപ്പോസ് ചെയ്യുന്നു? നിന്നെ പോലെ ഒരു ഫ്രോഡിനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? നിന്നെ ഞാൻ ഇനിയും പ്രണയിക്കണോ? എനിക്ക് നിന്നോടുണ്ടായിരുന്ന ബഹുമാനവും സ്നേഹവും എല്ലാം പോയി. അറിഞ്ഞോ അറിയാതെയോ ഇപ്പൊ വരെ നിങ്ങൾ ചെയ്ത സഹായത്തിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വന്നാൽ ഞാൻ സംസാരിക്കാൻ നിൽക്കില്ല. നിന്നെ പോലെ ഒരുത്തിനെ ഞാൻ ഒരിക്കലും പ്രണയിക്കില്ല. നമ്മൾ പ്രണയിക്കും. ഈ കല്യാണം ശരിക്കുള്ള കല്യാണമാക്കി മാറ്റാവുന്ന സ്വപ്നത്തിൽ പോലും നീ വിചാരിക്കണ്ട. ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷം എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് നിന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ളത്. നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് നീ ഉള്ള ഭാഗത്തേക്ക് പോലും ഞാൻ വരില്ല. നീ ചെയ്തതെല്ലാം ആലോചിക്കുമ്പോൾ നിന്നെ കൊല്ലാനാ എനിക്ക് തോന്നുന്നത്. ദയവ് ചെയ്ത് എന്റെ മുന്നിൽ നിൽക്കരുത്, എവിടെയെങ്കിലും പോ. അങ്ങനെ ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കിയിട്ട് നിധി കുറച്ചെങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ വളരെ വിഷമത്തോടുകൂടി നിധിയെന്ന് വിളിച്ച് അരികിലേക്ക് ചെല്ലുകയാണ് സുധീഷ്. നിധി ദേഷ്യത്തോടുകൂടി മുന്നോട്ട് നടന്നു പോകുമ്പോൾ നിധിയുടെ പിന്നാലെ പോവുകയാണ് സുധീഷ്. തുടർന്ന് നിധിയും സുധീഷും വീട്ടിലേക്ക് വരുമ്പോൾ സുഭാഷ്, നികേഷ്, ഹരീഷും അവരെ ശ്രദ്ധിക്കുകയാണ്. നിധി ആരുടെയും മുഖത്ത് നോക്കാതെ ദേഷ്യത്തോടുകൂടി റൂമിനകത്ത് കയറി വാതിൽ അടയ്ക്കുകയാണ്. സുഭാഷ്, നികേഷ്, ഹരീഷും കാര്യം അന്വേഷിക്കുന്നുവെങ്കിലും സുധീഷ് ഒന്നും പറയുന്നില്ല. ഏട്ടത്തിയോട് പ്രണയം തുറന്നു പറഞ്ഞോന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇപ്പോഴും അതിനുള്ള സമയം ആയിട്ടില്ലടാ, ഇപ്പൊ നീ ഉറങ്ങാൻ നോക്ക്. അങ്ങനെ സുധീഷും അവരുടെ ഒപ്പം ഉറങ്ങാനായി കിടക്കുകയാണ്. എല്ലാവരും നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ സുധീഷ് വളരെ വിഷമത്തോടുകൂടി ആലോചിച്ച് കിടക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്